ഗുൽമോഹർ, ചുവപ്പാർന്ന പ്രണയം. തലസ്ഥാന നഗരിയുടെ മണ്ണിൽ ചെമ്പട്ടി വിരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ്. ഈ മണ്ണിന് പറയാനുള്ള കഥകൾ വിപ്ലവത്തിൻ്റെ മാത്രമല്ല, പ്രണയത്തിൻ്റെ കൂടെയാണ്. വേനലിലും ചുവന്നു പൂക്കുന്ന ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ കൈകോർത്ത് നടന്ന പ്രണയത്തിൻ്റെ ഓർമ്മകൾ. ആ ഗുൽമോഹർ പോലെ ചുവപ്പാർന്ന ഹൃദയങ്ങൾ. ഇന്ന് ഈ വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രണയം വീണ്ടും എന്നെ തേടി വന്ന പോലൊരു തോന്നൽ. വർഷങ്ങൾക്ക് ശേഷം ഈ കോളേജ് മുറ്റത്തേക്കൊരു തിരിച്ചുവരവ്. മധുരമുള്ള ഓർമ്മയായി എൻ്റെ സുഹ്റ. അവളും എൻ്റെ മനസ്സിൽ നിറയുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് പൊടിമീശയും കയ്യിൽ പുസ്തകവുമായി ഈ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തിയ ആ ദിനം. പണ്ട് മുതലേ ചുവപ്പിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയതുകൊണ്ടാവാം ആദ്യം കണ്ണിൽ പതിഞ്ഞത് ആ വാഗമരമായിരുന്നു. എന്തോ ആ ചുവപ്പ് എന്നെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ. പെൺകുട്ടികളും ആൺകുട്ടികളും ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കുന്ന കോളേജ് ആദ്യമൊക്കെ ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ പിന്നീടെപ്പോഴും ഈ 4 ചുമരുകൾ എൻ്റെ ലോകമായി മാറി. എന്നോ ഒരിക്കലൊരു നിയോഗം പോലെ എൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്ന ആ ചെങ്കൊടി എന്നെ ഒരു സഖാവാക്കി. കൂടെയുള്ളവരുടെ സങ്കടങ്ങളിൽ കണ്ണു നിറയുന്ന ഒരു സഖാവ്. 1-ാം വർഷത്തിൽ നിന്ന് 2-ാം വർഷത്തിലേക്ക് കാലെടുത്ത് കുത്തിയ ആ ദിവസം. അന്നാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. വെള്ളാരം കണ്ണുകളുള്ള ഒരു കൊച്ചു സുന്ദരി, എൻ്റെ സുഹ്റ. തട്ടത്താൽ മറതീർത്ത ആ മുഖത്തിൽ ആ കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുവരെയുള്ള എൻ്റെ ലോകം അവളുടെ ആ കണ്ണുകളിലേക്ക് ചെന്ന് ചേരുന്ന പോലെ. അവളുടെ പേരെന്തായിരിക്കും? വീട് എവിടെയാവും? മനസ്സിൽ 1000 ചോദ്യങ്ങൾ. അവളോടൊന്ന് സംസാരിക്കാനായി മനസ്സ് വല്ലാതെ തുടിക്കുന്നു. എന്താ സംസാരിക്കുക? എങ്ങനെയാണ് അവളോട് സംസാരിക്കുക? ആ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരമില്ലാതെ ഞാൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. കർത്താവേ, അവൾ എനിക്ക് നേരെയാണല്ലോ വരുന്നത്. ഞാൻ നോക്കുന്ന കണ്ടിട്ടുണ്ടാവുമോ? ഉള്ളിലെ ഭയം കണ്ണിൽ വരാതെ ഞാൻ മറച്ചു. അവൾ അടുത്തേക്ക് വന്ന് ആ തട്ടം മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഒരു നിമിഷം എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലെ മാലാഖ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. ചേട്ടാ! അവളുടെ മധുര ശബ്ദം ചെവികളിൽ മുഴങ്ങിയപ്പോൾ ശരീരം മുഴുവൻ കുളിര് കയറുന്നൊരു അനുഭൂതി. ചേട്ടാ, ഈ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് എവിടെയാ? അവളുടെ ആ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ ഞാൻ വലതുവശത്തേക്ക് വിരൽ ചൂണ്ടി. ഒരു പുഞ്ചിരി സമ്മാനിച്ചവൾ ഞാൻ കൈ ചൂണ്ടിയിടത്തേക്ക് നടന്നു നീങ്ങി. അവൾ നടന്നു നീങ്ങിയിട്ടും ആ വെള്ളാരം കണ്ണുകൾ എൻ്റെ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഓരോ നിമിഷവും കൂടുതൽ ആഴത്തിൽ അവളുടെ ആ കണ്ണുകൾ എൻ്റെ ഹൃദയത്തിൽ പതിയുന്ന പോലെ. എന്താണിങ്ങനെ? ഇതുവരെയും തോന്നിയിട്ടില്ലാത്ത പ്രത്യേക ഒരു അനുഭൂതി എന്നിൽ നിറയുന്നു. ഇതാണോ പ്രണയം? മനസ്സിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരമെന്നോണം രക്തവർണ്ണം വിതറി ഗുൽമോഹർ പൂക്കൾ എൻ്റെ ശരീരത്തിലേക്ക് കൊഴിഞ്ഞു വീണു. പിന്നീടുള്ള നാളുകൾ അവൾക്ക് വേണ്ടിയായിരുന്നു. അവളുടെ പാതകൾ പിന്തുടർന്ന ദിനങ്ങൾ, അവളുടെ സൗഹൃദം ആവോളം ആസ്വദിച്ച നാളുകൾ. ഇടയിലെപ്പോഴും എൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് പറഞ്ഞ ആ നിമിഷം. ആ വെള്ളാരം കണ്ണുകളാൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ നോട്ടം, അത് ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവളും അതെൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ സമയം ലോകം തന്നെ കീഴടക്കിയ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. മനസ്സ് അവൾക്കായി മാത്രം ഇടിച്ചു. ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായി എന്നും ആ ഗുൽമോഹറും അതിൽ നിന്നും ഞെട്ടറ്റി വീഴുന്ന ഗുൽമോഹർ പൂക്കളും ഉണ്ടായിരുന്നു. സഖാവും സഖിയുമായി കോളേജ് ദിനങ്ങൾ ഞങ്ങൾ ആസ്വദിച്ചു. എന്നാൽ എല്ലാ പ്രണയത്തിലും വില്ലനുണ്ടാവുമല്ലോ. ഞങ്ങളുടെ കഥയിലും വില്ലനായി ഒരാൾ അവതരിച്ചു. മറ്റാരുമല്ല, എൻ്റെ സുഹ്റയുടെ ഉപ്പ. ക്രിസ്ത്യനായി എനിക്ക് മുസ്ലിമായ അവളെ തരില്ലെന്ന് അവളുടെ ഉപ്പയുടെ വാശി. അത്രയും പ്രശ്നമായിരുന്നു പിന്നീടുള്ള നാളുകൾ. അവൾ വീട്ടുതടങ്കലിലായി. ഒരു നോക്കൊന്ന് കാണാനോ ഒരു വാക്ക് മിണ്ടാനോ പോലും കഴിയാതെ കരഞ്ഞു തീർക്കേണ്ടി വന്ന നാളുകൾ. അവളെ മറക്കണമെന്ന് പറഞ്ഞ് അവളുടെ ബന്ധുക്കളും മറ്റും ചേർന്ന് തള്ളി ചതച്ചപ്പോഴും എനിക്ക് വേദനിച്ചില്ല. മനസ്സ് നിറയെ അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. എനിക്ക് അവളെ മറക്കാൻ കഴിയില്ലെന്ന് ഞാൻ അവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞപ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഇക്ക! പുറകിൽ നിന്നൊരു വിളിയാണ് എന്നെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവളാണ്, എൻ്റെ സുഹ്റ. ഇന്നും കണ്ണുകളിൽ ആ കൗതുകം മാഞ്ഞിട്ടില്ല. അയ്യേ, നീ എന്തിനാണ് ചേക്കാ കരയുന്നേ? അവൾ കുറുമ്പോടെ ചോദിക്കുമ്പോൾ ഞാൻ ചെറുചിരിയോടെ എൻ്റെ കണ്ണുകൾ തുടച്ചു. നീ മാറിന്നേ, ബാക്കി കഥ ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഇവരൊക്കെ വിചാരിക്കും നമ്മൾ രണ്ടും പിരിഞ്ഞു എന്ന്.
അതും പറഞ്ഞ് അവൾ പുഞ്ചിരിയോടെ എന്നെ തള്ളി മാറ്റി. അവളുടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് പോയി. വീട്ടുകാരുടെ തടവിലാക്കപ്പെട്ട നാളുകൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. എബിൻ്റെ ഓർമ്മകളിൽ കഴിച്ചുകൂട്ടിയ നാളുകൾ, ആഹാരം പോലും വേണ്ടാതായ അവസ്ഥ, ആ ഇരുട്ടുമുറിക്കുള്ളിൽ കരഞ്ഞു തീർത്ത നാളുകളിൽ വീട്ടുകാരുടെ പീഡനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മുമ്പിൽ തോൽക്കാതെ പിടിച്ചു നിന്ന ദിനങ്ങൾ. പിന്നീട് എപ്പോഴോ ഒരിക്കൽ തൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ വാതിലുകൾ വീട്ടുകാർക്ക് തുറന്നു തരേണ്ടി വന്നു. ജാതിയും മതവും ആദർശങ്ങളും പ്രണയത്തിനു മുന്നിൽ തോൽക്കേണ്ടി വന്ന നിമിഷം. അന്നത്തെ ആ ദിവസം അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുമ്പോൾ അറിയുകയായിരുന്നു പ്രണയത്തിൻ്റെ ശക്തി. ആ പ്രണയത്തിലുടനീളം കൂട്ടായി കൂടെ നിന്നത് ഗുൽമോഹർ പൂക്കൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചൊരിഞ്ഞു തന്ന പ്രണയത്തിൻ്റെ ആ ചുവപ്പ് മാത്രമായിരുന്നു. ആ ചുവപ്പ് പകർന്നു തന്ന ശക്തി മാത്രമായിരുന്നു. പിന്നീട് ഇതുവരെ ആ നെഞ്ചിലൊരു തുടിപ്പായി ഞാൻ കൂടെയുണ്ട്. ഈ നെഞ്ചിൽ തുടിപ്പായി അവനും. ഇന്ന് ഞങ്ങളിവിടെ വന്ന് അവനൊരു നോക്ക് കാണാനാണ്. ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായി ഞങ്ങൾക്കൊപ്പം നിന്ന ഞങ്ങളുടെ സ്വന്തം ഗുൽമോഹറിനെ. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് ഇന്നിവിടെ ഈ വാഗമരത്തടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുഞ്ചിരി എന്നോണം ഗുൽമോഹർ പൂക്കൾ ഞങ്ങളുടെ മേലേക്ക് പൊഴിയുന്നുണ്ട്.